ഗസയിലെ ഇസ്രായേലി ക്യാമ്പുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ. ഇതാദ്യമായിട്ടാണ് ഗസയെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴും കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ടുള്ള ഒരു സമീപന രീതികളൊന്നും ഗസക്കകത്ത് ഇസ്രായേൽ നടത്തിയിട്ടില്ല. കരാർ ലംഘിക്കുകയും ഗസക്കാർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യം പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോഴും അവിടുത്തെ സമീപനം. റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണത്തോട് കൂടിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോഴും കടത്തിവിടുന്നത്. ആയതിനാൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്ന മേഖല ജബലിയ, ഖാൻ യൂനിസ്, റഫ, ബൈത്തിലാഹിയ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നൂറുകണക്കിന് സൈനികരുണ്ട്. അവർ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് അനുമാനം. ഈ മേഖല തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലുള്ള പലയിടങ്ങളിലും ഇതിനിടയിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ജൂത കുടിയേറ്റങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന തരത്തിൽ ഈ മേഖലയിൽ നിന്ന് ഓടിപ്പോകുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന, അതായത് ഇസ്രായേലിന് നേരെ ആക്രമിക്കുന്നതാണ് പ്രാധാന്യമായ രീതിയിൽ വാർത്തയിലൂടെ വരുന്നത്. എന്നാൽ അതിനോടനുബന്ധിച്ച് തന്നെ വെസ്റ്റ് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചിട്ടുണ്ട്, അത് ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലാണ്, അഥവാ യുദ്ധം കഠിനമാക്കുമെന്നും കരയുദ്ധത്തിൽ പ്രവേശിക്കുമെന്നും അമേരിക്ക പറയുകയും പടക്കപ്പലുകൾ ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അല്ലെങ്കിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ചിലത് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൽ എത്തിയിട്ടുണ്ട് എന്നാണ്, ചിലത് ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. 3500ഓളം മറീനുകളടക്കമുള്ള USSൻ്റെ ജോർജ് ബുഷ് യുദ്ധക്കപ്പലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്നത്. മുൻപ് അബ്രഹാം ലിങ്കൻ്റെ USS അബ്രഹാം ലിങ്കൺ പടക്കപ്പൽ, അതുപോലെ തന്നെ ജെറാൾഡ് ഫോർഡിൻ്റെ പടക്കപ്പൽ, ഇത് രണ്ടും വന്നിരുന്നു. ഇതിലെല്ലാം 65 മുതൽ 85 വരെ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുമാണ്. എന്നാൽ ജെറാൾഡ് ഫോർഡിന് കാര്യമായ പരിക്ക് പറ്റി. അതെന്താണെന്നുള്ള റിപ്പോർട്ട് അവർ പുറത്തു വന്നിട്ടില്ല. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ തങ്ങൾ പായിച്ചതാണ്, അതവർ പറയാതിരിക്കുകയാണെന്ന് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അബ്രഹാം ലിങ്കണിനും വലിയ രീതിയിലുള്ള കേടുകൾ പറ്റിയിട്ടുണ്ട്. എന്നാലും അതിപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. ജെറാൾഡ് ഫോർഡ് ആണെങ്കിൽ ഗ്രീസിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ തന്നെയാണ് ജോർജ് ബുഷിൻ്റെ പടക്കപ്പലിന് വരാൻ പോകുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം പടക്കപ്പൽ അമേരിക്ക അയച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമുള്ള കാര്യങ്ങളൊന്നുമല്ല. തങ്ങളത് പ്രതീക്ഷിച്ചതാണ്. അത് വരട്ടെ, നമുക്ക് നോക്കാം എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹൂത്തികൾ യുദ്ധത്തിൽ സജീവമായി രംഗത്തെത്തി 2 പ്രാവശ്യം ഇസ്രായേലിനെ അവർ ആക്രമിച്ചു. തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ബിൽഡിംഗ് അപ്പാടെ തകർന്നു പോയിരിക്കുന്ന റിപ്പോർട്ട് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് ഈ ഹൂത്തികളുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. എന്നാൽ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ തങ്ങൾ തിരിച്ചടി നൽകും ഹൂത്തികൾക്ക് നേരെ എന്നാണ് പറഞ്ഞത്. ഹൂത്തികൾ എപ്പോഴും തിരിച്ചടി പ്രതീക്ഷിക്കുന്നവരാണ്, അതിന് സജ്ജമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള മറുപടി ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായി. 2 മാസത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് യുദ്ധം. 1 മാസം പൂർത്തിയായി. കഴിഞ്ഞ മാസം ഏകദേശം 28-ാം തീയതി ആ കാലത്താണ് യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ 2ാമത്തെ മാസത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് 30 മാസം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഒരു വിജയം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നോ ഗസ യുദ്ധത്തിന് മുൻപ് ഇസ്രായേൽ പറഞ്ഞത് സമാനമായ രീതിയിൽ അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയൊരു ആക്രമണ രീതി അത് ഇതുവരെ പരീക്ഷിക്കാത്തതാണ്. ആ പരീക്ഷണത്തിൽ തങ്ങൾ കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകുക എന്നുള്ളതാണ്. അഥവാ സർവകലാശാലകൾ, ഈ കുടിവെള്ള സംഭരണികൾ, വൈദ്യുത നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ഈ തരത്തിലുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 600 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 600 തവണയെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരകാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മാനുഷികമായിരിക്കുന്ന പരിഗണനയോ അത്തരം കാര്യങ്ങളോ ഈ വിഷയത്തിലൊന്നും ഇനി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ തന്നെ തിരിച്ചടി നൽകിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ ജൂതായുസം അടങ്ങി നിൽക്കുകയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആക്രമിക്കാതിരിക്കുക, സ്ത്രീകളെ ആക്രമിക്കാതിരിക്കുക, മതസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, സാമൂഹ്യ മേഖലകൾ ഇതിനൊക്കെ ഒഴിവാക്കുക.
സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് യുദ്ധം നടത്തുന്നത്? ഉക്രൈനും റഷ്യയും തമ്മിൽ അവർ സൈനിക മേഖലയും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. സുഡാനിൽ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ 2 സൈനിക വിഭാഗം പരസ്പരം ആക്രമിച്ച സമയത്തും ഇത് തന്നെയാണ് ചെയ്തത്. ഒറ്റപ്പെട്ട രീതിയിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിലേക്ക് ആക്രമിക്കുക എന്ന രീതി കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ അവർ ചെയ്യാറില്ല. ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഏറെക്കുറെ അങ്ങനെയാണ്, ഒറ്റപ്പെട്ട രീതിയിലല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും. എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങുന്ന സമയത്ത് അവർ ആദ്യം ആക്രമിക്കുക ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിൽ ആളുകളെ ആക്രമിച്ചു കൊണ്ട് കൊലപ്പെടുത്തിയിട്ട് എണ്ണൽ സംഖ്യ കൂട്ടുക എന്നുള്ളത് സാധാരണ അവരിൽ പ്രയോഗിക്കാനുള്ള തന്ത്രമാണ് ഈ മേഖല അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് തങ്ങൾ പലപ്പോഴും ആക്രമിക്കുമ്പോൾ അത് ഇസ്രായേലിലേക്ക് ആക്രമിക്കുകയാണെങ്കിൽ പോലും ജനങ്ങളോട് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈനിക മേഖലയും ആണവായുധ മേഖലയും സൈനികർ ക്യാമ്പ് അടിക്കുന്ന അല്ലെങ്കിൽ സൈനികരുടെ ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട മേഖലയും മൊസാദിൻ്റെ മേഖലയും എല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ട്, സീപോർട്ട്, ഈ മേഖലകളൊന്നും തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ അവിടെ മരണസംഖ്യ കുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആക്രമിക്കാറുള്ളത്. എന്നാൽ അത്തരം ഒരു കാര്യങ്ങളൊന്നും ഇനി പരിഗണിച്ചോളണമെന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവിധ മാനുഷിക മര്യാദയും ലംഘിച്ചു കൊണ്ടുള്ള ആക്രമണ പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയത്. ഇസ്രായേൽ എല്ലാ രാജ്യത്തും ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ്. ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് ക്യാമ്പിലേക്ക് പോലും ആക്രമിക്കപ്പെടുക എന്നുള്ളത് അവരുടെ രീതിയാണ്. ഇനി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ തിരിച്ചടിക്ക് തയ്യാറാവുകയാണ്. ആ തിരിച്ചടിയിൽ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു ആരംഭം കുറിക്കപ്പെട്ടത്. ഗസയും ഇസ്രായേലിൽ നിന്ന് തുടങ്ങിയാണ് അത് വ്യാപിച്ച് ലെബനാനിലൂടെ, യമനിലൂടെ, സിറിയയിലൂടെ പിന്നീട് ഇറാനിലെത്തിയത്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ തട്ടിത്തടഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത് ചുരുക്കം. അന്താരാഷ്ട്ര മേഖലയെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ 4 വർഷമായി ഇപ്പോൾ യുദ്ധം ഉക്രൈനും റഷ്യയും തമ്മിലുണ്ടായിട്ട് അതൊരു അന്താരാഷ്ട്ര വിപണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിയിട്ട് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് അത് പരിണമിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ആ രീതികൾക്ക് മാറ്റം വന്നു. അത് ലോക വിപണിയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്നു. അത് പെട്രോളിയം മേഖല മാത്രമല്ല, സാമ്പത്തിക മേഖലയും സൈനിക മേഖലയും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ജൂത വിഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുദ്ധവിരുദ്ധ റാലി നടത്തുകയാണ് ഇസ്രായേലിൻ്റെ അകത്ത്. അത് പല ഘട്ടങ്ങളിൽ സംഘർഷാവസ്ഥയിലുണ്ടാകുന്നു, അത് തടയപ്പെടുന്നു, പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ സൈന്യം പ്രയാസപ്പെടുന്നു, ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലടക്കുന്നു, ഈ സ്ഥിതികളൊക്കെ. ഇതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരണം അട്ടിമറിക്കുക എന്നുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കമായിരുന്നു ഇസ്രായേലും അമേരിക്കയും നടത്തിയത്. അവർ ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയായിരുന്നു, വളരെ പെട്ടെന്ന് വ്യൂ എന്നുള്ളത്. അപ്പോൾ ആഭ്യന്തരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്ത് ശ്രമിക്കപ്പെട്ട വിഭാഗം അവരുടെ രാജ്യത്ത് ഇപ്പോൾ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെപ്പോലും ഒതുക്കാൻ സാധിക്കാത്ത വിധം അട്ടിമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദ്ദേശിച്ച് തങ്ങളുടെ നേരെയാണ്, പക്ഷേ അനുഭവിക്കേണ്ടത് അവരാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് തുടരുന്നത് എങ്കിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പറയുന്ന കാര്യം സത്യമായ രീതിയിലാണ് ലോകം ഇസ്രായേലും അമേരിക്കയും സംസാരിക്കുന്നതെങ്കിൽ ഒരു കാര്യം തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത്, അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് കൊല്ലപ്പെട്ട ഇറാനി പൗരന്മാരുടെ ഇരട്ടിയിലധികം ഇസ്രായേലിനും ഈ അമേരിക്കക്കും ആളുകളോ സൈന്യമോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അവർ സമ്മതിക്കില്ല. അവരുടെ രീതി കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും നിർത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഭരണം നടത്താനുള്ള രീതി കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കാര്യം അവർക്ക് തീർപ്പായിരിക്കുന്നു: ഇറാൻ വിചാരിച്ചാൽ ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ ഒറ്റക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുമാണ് ഇപ്പോൾ യുദ്ധം ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമിച്ചാൽ ഒരു രാജ്യത്തെയും വിടുകയില്ല. ഇതാണ് ഇറാൻ്റെ ശൈലി. പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന സുരക്ഷാ സംബന്ധമായ കാര്യത്തെക്കുറിച്ചും പഠിക്കുന്ന കാര്യത്തിൽ 100% മൊസാദ് സംഘം പരാജയപ്പെട്ടു. അതിൻ്റെ പരിണത ഫലമാണ് കഴിഞ്ഞ 1 മാസമായിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നു. അപ്പോൾ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി യഥാർത്ഥത്തിൽ ഈ 2 രാജ്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ കുടുക്കിയതാണ് അല്ലെങ്കിൽ വഞ്ചിച്ചതാണ് എന്ന തരത്തിൽ പോകുന്നു. വലിയ അഭിപ്രായ ഭിന്നത യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുണ്ട്.